ഗിരിയേട്ടനെ കുത്തിയിട്ടും അവളോട് എങ്ങനെ ഗിരിയേട്ടന് ക്ഷമിക്കാൻ കഴിയുന്നേ? അതവക്ക് അറിയാതെ സംഭവിച്ചതല്ലേ, നീ അത് വിട്ടുകളാ. മുകുന്ദൻ മഹിമ അറസ്റ്റിലാവാൻ കാരണം അവനാണെന്നുള്ള കുറ്റബോധത്തില്. അതിന് മഹിമ അറസ്റ്റിലല്ലല്ലോ. പിന്നെ Hello, good morning, sir. Yes, sir. Okay, sir. Okay. Arvindaksha? Yes, madam. ഗോപാലന്റെ വീട്ടിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് DIGക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ആരാ അറിയിച്ചു കൊടുത്തത്? പാർട്ടി സെക്രട്ടറി ആയിരിക്കും. അയാളുടെ മകളുമായിട്ടുള്ള കല്യാണമാണല്ലോ സഞ്ജുകാരനെ മുടങ്ങിയത്. അയാളെ ആരോ നേരിട്ട് വിളിച്ചു കൊടുത്ത ഇൻഫർമേഷൻ ആണ്. നമുക്ക് വേണ്ട സെർച്ച് വാറന്റ് വരെ അവർ അയച്ചു തന്നിട്ടുണ്ട്. സെക്രട്ടറിയെ സഹായിച്ചത് ഗോപാലിനോട് ശരിക്കും പകയുള്ള ആരെങ്കിലും ആയിരിക്കും, അല്ല മഞ്ജു? എന്തായാലും താൻ റെയ്ഡിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തിക്കോളൂ. പിന്നെ അനിത ഇതിനെ കുറിച്ച് ഒന്നും അറിയാതെ എല്ലാരും ശ്രദ്ധിച്ചോളണം. അങ്ങനെ സംഭവിച്ചാ നമ്മൾ എത്തുന്നതിന് മുമ്പ് ഗോപാലിന് വിവരം അറിഞ്ഞ് മയക്കുമരുന്നെടുത്ത് മാറ്റിവെക്കും. Come on, fast. Yes, ma'am. Miss Gupta. മഞ്ജു, പാർട്ടി സെക്രട്ടറിക്ക് ഇൻഫർമേഷൻ കൊടുത്തത് താനാണോ? ആണെങ്കി പറ, അതൊരു ക്രെഡിറ്റ് അല്ലേ? എനിക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട മാഡം. എന്താ മാഡം, സ്റ്റേഷനിലെ എല്ലാ പോലീസുകാരും കൂട്ടിക്കൊണ്ടാണല്ലോ വരവ്. എന്താ കാര്യം? നിങ്ങളുടെ വീട്ടിൽ മയക്കുമരുന്നുണ്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടി. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. സെർച്ച് വാറന്റ് ഉണ്ട്. അവര് സെർച്ച് ചെയ്യട്ടെ ഡാഡി. ഇവിടെ നിന്ന് ഇവർക്ക് എന്താ കിട്ടാൻ പോകുന്നെന്ന് എനിക്കൊന്ന് കാണണം. പോലീസുകാരെ വെല്ലുവിളിക്കാനൊക്കെ നിനക്ക് അറിയാല്ലേ? തെറ്റ് ചെയ്യാത്തവർ എന്തിനാ മേഡം പേടിക്കുന്നത്? ഇവര് നോക്കട്ടെ ഡാഡി, നമ്മുടെ വീടൊക്കെ ഒന്ന് കാണട്ടെ. ശാലിനി, ഇവർക്ക് കാപ്പിയോ ചായോ എന്താന്ന് വെച്ച് ഉണ്ടാക്കി കൊടുക്കും. ജയിലിൽ കിടക്കുന്ന നിന്റെ കെട്ടിയോളോട് പോയി പറടാ. എല്ലായിടത്തും നോക്കിക്കോണം. പിന്നെ അവിടെ നോക്കിയില്ല ഇവിടെ നോക്കിയില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. ഗോ സെർച്ച്. Yes, ma'am. യെസ് മാഡം. എടാ, നീ എന്തിന് ഇത്ര ഓവറാക്കുന്നേ? മയക്കുമരുന്ന് ഗോഡൌണിലല്ലേ ഉള്ളത്, പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നേ? ഇവിടെ അവർ എത്ര തിരഞ്ഞാലും ഒന്നും കിട്ടാൻ പോകുന്നില്ല. മാഡം, ഈ മുറി പൂട്ടിക്കിടക്ക. അതിന് താക്കോൽ എന്റെ കയ്യിലുണ്ട്, ഞാൻ തുറന്നു തരാം. നീ എന്റെ അനിയത്തെ തട്ടിക്കൊണ്ട് പോലെ പിന്നല്ലാതെ ഈ മുറിയുടെ താക്കോല് നിന്റെ കയ്യിലാന്നല്ലേ നീ പറഞ്ഞത്? അതെ, അതുകൊണ്ട് ഇവൻ ഇതിനകത്ത് എന്തൊക്കെയാ ചെയ്ത് കൂട്ടിയതെന്ന് ഞങ്ങൾക്കറിയില്ല. എന്തൊക്കെയാടാ ഇത്? എഴുന്നേക്ക്.
വെള്ളം കുടി, എഴുന്നേക്ക്. കുടിക്കും മോളെ. മയമ്മ, മയമേ, മോളെ, എന്തു പറ്റിയേ? നടന്ന എന്താന്ന് വ്യക്തമാണ് മാഡം. ഞങ്ങളുടെ കുടുംബത്തിനോട് ഗോപാലിന്റെ കുടുംബത്തിന് പണ്ടേ വൈരാഗ്യമുള്ളതാ. മഹിമയെ ജയിലിനുള്ളിൽ വെച്ച് കൊല്ലാനായിരുന്നു സഞ്ജുവിന്റെ പ്ലാൻ. അത് നടക്കാതെ വന്നപ്പോ മഹിമ ആശുപത്രിയിൽ നിന്ന് ഇവൻ തട്ടിക്കൊണ്ടുപോയി. ഇവിടെ കസ്റ്റഡിയിൽ നിന്ന് ചാടിയതാ. എനിക്കിതിലൊരു പങ്കുമില്ല. അല്ല മാഡം, മഹിമ പീതാംബരന്റെ കേസിൽ നിരപരാധിയാണെന്ന് എന്റെ കയ്യിൽ തെളിവുണ്ടെന്ന് മനസ്സിലാക്കിയ സഞ്ജു ഇവളെ സ്വതന്ത്രയാവുന്നതിന് മുമ്പ് ഇവളെ തട്ടിക്കൊണ്ടുപോയി. പക്ഷേ പോലീസ് ഇവളെ എല്ലായിടത്തും തേടുന്നതുകൊണ്ട് ഇവളെ സുരക്ഷിതമായിട്ട് വെക്കാൻ ഇവന് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാ ഈ പാവത്തിനെ സ്റ്റോർ റൂമിൽ കെട്ടിയിട്ടത്. അതെ മാഡം, ഇതൊക്കെ പച്ച കള്ളവാ. മഹിമ പറ, എന്താ ശരിക്കും സംഭവിച്ചത്? ചേച്ചി പറഞ്ഞതാ ശരി. സഞ്ജുവിന്റെ ആളുകൾ എന്നെ ആശുപത്രിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയതാ. അതിനുശേഷം ഞാൻ ഈ സ്റ്റോർ റൂമിൽ തന്നെ കെട്ടിയിട്ട അവസ്ഥയിലായിരുന്നു. ഏയ്, അതൊന്നും വേണ്ട. മാഡം, ഇതൊക്കെ കള്ളക്കേസാ. ചേച്ചി ഇനിയത്തെയും കൂടെ നാടകം കളിക്കുക. മഹിമയെ ഈ വീട്ടിൽ നിന്നാണ് കണ്ടെത്തിയത്. സഞ്ജുവിനെ അറസ്റ്റ് ചെയ്യാതെ പറ്റില്ല. അറസ്റ്റോ? ഇവൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ പറ്റുമെങ്കിൽ അത് കോടതിയിൽ വെച്ച് അയക്കോ. മഞ്ജു, വിലങ്ങ് വയ്ക്കേ. കൈ നീട്ട, കൈ നീട്ട. ആദ്യം സ്വപ്നേ, ഇപ്പൊ എന്നെ. ഞങ്ങളുടെ കുടുംബത്തെ മൊത്തം കള്ളക്കേസിൽ കൊടുക്കാനാണല്ലേ നിന്റെ പരിപാടി? നീ കൂടുതലേ സംസാരിക്കൊന്നും വേണ്ട. തൽക്കാലമേ മോ പോയി കുറച്ചുനാള് ജയിലിൽ കിടന്നിട്ട് വാ. എടി, ഇതിന് നീ വലിയ വില കൊടുക്കേണ്ടി വരും. ഹലോ, അങ്ങനെയുള്ള വെല്ലുവിളികളൊന്നും വേണ്ട. ഇല്ലെങ്കിലേ മോന്റെ കൂടെ തന്തയും ഒരേ സെല്ലിൽ പോയി കിടക്കേണ്ടി വരും. എന്താ വേണോ? പോയി നല്ലൊരു വക്കീലിനെ കണ്ടുപിടിക്കാൻ നോക്ക്. തന്റെ മോനിപ്പോ അതിന്റെ ആവശ്യമുള്ളത്. ഇവനെ കൊണ്ടേ വണ്ടി കയറ്റ്.